അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, അജയ്യമാണ് വിശുദ്ധ ഖുർആൻ എന്ന തലക്കെട്ടിലാണ് ഇന്നീ സായാഹ്നത്തിൽ നാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഈ വിഷയത്തിൽ പ്രാഥമികമായി നമുക്ക് ചെയ്യാനുള്ളത്. പരിശുദ്ധ ഖുർആൻ എന്താണ്? ഓരോ മതവിശ്വാസികൾക്കും അവരുടെ വേദഗ്രന്ഥങ്ങളുണ്ട്. ആ വേദഗ്രന്ഥങ്ങൾ ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ആ വേദഗ്രന്ഥങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നു. ആ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ അവർ പരിശ്രമിക്കുന്നു. ഇതേപോലെ മുസ്ലിങ്ങൾക്കുമുള്ള വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകൾ പോലും മനസ്സിലാക്കുന്ന ഒരു തലമാണത്. പരിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങൾക്കുള്ള ഒരു വേദഗ്രന്ഥം, മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പുസ്തകം എന്ന അർത്ഥത്തിൽ പൊതുവായി പരിചയപ്പെടുത്തുന്ന തലത്തിൽ നിന്ന് മാറി ഖുർആനിൻ്റെ ഭാഷയിൽ ഖുർആനിനെ പരിചയപ്പെടാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുക, അത് അവസാന നാൾ വരെയുള്ള മനുഷ്യരോടുള്ള പടച്ചവന്റെ വർത്തമാനമാണ് എന്നാണ്. പടച്ചവൻ ഖുർആനിലൂടെ മനുഷ്യരോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഖുർആനിൻ്റെ അവതരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തോടുകൂടി അവസാനിച്ചു എന്ന് നമുക്കറിയാം. പരിശുദ്ധ ഖുർആന്റെ അവതരണം അവസാനിച്ചുവെങ്കിലും ഖുർആനിലൂടെയുള്ള അള്ളാഹുവിൻ്റെ വർത്തമാനം അത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. കേവലമായൊരു വേദഗ്രന്ഥം എന്നതിലുപരിയായി സർവശക്തൻ അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട സൃഷ്ടികളോട്, അത് മനുഷ്യരാണ്, അവസാന നാൾ വരെയുള്ള സൃഷ്ടികളോട് സംസാരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ.
പടച്ചവന്റെ വർത്തമാനം എന്ന് പറയുമ്പോൾ അവസാന നാൾ വരെയുള്ള മനുഷ്യരോടുള്ള വർത്തമാനം എന്ന് പറയുമ്പോൾ ഖുർആനിനോട് നമ്മുടെ പുതിയ കാലത്തെ പ്രശ്നങ്ങൾ, നമ്മുടെ വൈയക്തികമായ പ്രതിസന്ധികൾ, ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൻ്റെ മുന്നിൽ നമ്മൾ ആത്മാർത്ഥമായി സമർപ്പിക്കുമ്പോൾ ഖുർആനിലൂടെയുള്ള അള്ളാഹുവിൻ്റെ വർത്തമാനം നമുക്ക് കേൾക്കാൻ കഴിയും. ഖുർആൻ സജീവനായ അള്ളാഹുവിൻ്റെ ജീവസുറ്റ വർത്തമാനമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാകുന്നത്. ഖുർആനിനെ മധ്യകാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട സംശയങ്ങളും എതിർപ്പുകളും വിമർശനങ്ങളും എല്ലാം ഒരു സൈഡിൽ നിൽക്കുമ്പോഴും ഒരു തലത്തിൽ നിൽക്കുമ്പോഴും മുസ്ലിം ലോകത്ത് ഖുർആനുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും ശക്തമായ രണ്ട് ചേരികൾ ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തെ ചേരി പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നാണ്. മറ്റൊരു ചേരി പറഞ്ഞത്, അഹ്ലുസുന്നയുടെ ചേരി പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വർത്തമാനമാണ് എന്ന്. സൃഷ്ടി എന്ന് പറയാൻ പാടില്ല എന്ന്. ഞാനതിൻ്റെ തത്വശാസ്ത്രപരമായ കാര്യങ്ങൾ പറയല്ല. സംഘാടകരും അല്ലാത്തവരുമായ ആളുകൾക്ക് അജയ്യമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു വേദഗ്രന്ഥം എന്നുള്ള നിലക്ക് മറ്റു വേദഗ്രന്ഥങ്ങളുടെ മുകളിലാണ് ഖുർആൻ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം എന്നതിൽ ഉപരിയായി നമ്മുടെ എല്ലാം ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ സ്വാധീനിക്കുന്ന ഒരു തലത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ഖുർആനിൻ്റെ അജയ്യത നമുക്ക് ബോധ്യപ്പെടുക എന്നതുകൊണ്ടാണ് ഖുർആൻ എന്ത് എന്ന് ആമുഖത്തോടു കൂടി ആരംഭിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓരോ പ്രവാചകനും അവരുടെ വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. പല പ്രവാചകന്മാർക്കും, എല്ലാവർക്കുമല്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുകയും പ്രധാനപ്പെട്ട 4 വേദഗ്രന്ഥങ്ങളുടെ പേര് പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഖുർആൻ. പക്ഷേ പ്രവാചകന്മാർക്ക് മറ്റു വേദഗ്രന്ഥങ്ങൾ അവർക്ക് നൽകിയ വേദഗ്രന്ഥങ്ങളെ പോലെ അവർക്ക് അവരുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവർ പ്രവാചകന്മാരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അമാനുഷിക ദൃഷ്ടാന്തങ്ങളും നൽകിയിരുന്നു. വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത വിധം എല്ലാവർക്കും അറിയാവുന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സർപ്പമാകുന്ന വടി നൽകി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് പോലെയുള്ള കഴിവുകൾ നൽകി. ഇതെല്ലാം പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട സമൂഹത്തിന് അവർ പ്രവാചകന്മാരാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ആ പ്രവാചകന്മാരുടെ ദൗത്യത്തെ പോലെ തന്നെ അവരുടെ അമാനുഷിക ദൃഷ്ടാന്തവും അവരുടെ കാലത്തോടുകൂടി അവസാനിച്ചു. പ്രവാചകന്മാരുടെ ദൗത്യത്തിനും കാലനിബദ്ധമായിരുന്നു അവരുടെ ദൗത്യം. നമുക്കറിയാം, ഇന്ന് മോശെ പ്രവാചകൻ വടി നിലത്തിട്ട് പാമ്പാക്കി എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് നിഷേധിക്കുവാൻ ഒരുപാട് ആളുകൾക്ക് സാധ്യതയുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതിന് സംബോധന നടന്നിട്ടില്ല എന്ന് പറയാം. ഇതേപോലെ യേശുക്രിസ്തു മരിച്ചവരെ പുനരുജ്ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ
അത് വെറും കള്ളക്കഥയാണ് എന്ന് ഇന്ന് ആരോപിക്കാം, എന്ന് പറയാം. അത് ശരിയാണ് എന്ന് സ്ഥാപിക്കുവാൻ നമ്മുടെ കൈകളിൽ ഒന്നും തന്നെ യാതൊരു മാപിനികളുമില്ല. മൂസാ നബി അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ ബൈബിളിലും ഖുർആനിലും പറയുന്നു എന്നതിനെ ഒടിച്ചു നിർത്തിയാൽ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഈസാ നബി ചെയ്തിരുന്നു എന്നതിനും അങ്ങനെ തന്നെ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതേപോലെയുള്ള ഒരുപാട് അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട്. ചന്ദ്രനെ പിളർത്തുക എന്ന അമാനുഷിക ദൃഷ്ടാന്തം മറ്റൊരു പ്രവാചകനും നൽകിയിട്ടില്ല ദൃഷ്ടാന്താണോ? ആകാശലോകങ്ങളിലേക്ക് പോകുകയും അതിനു മുൻപ് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്യുകയോ ചെയ്യാന്നുള്ള അള്ളാഹുവിൻ്റെ വലിയ അമാനുഷിക ദൃഷ്ടാന്തം. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയതായി പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതാണ്. ഇതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അക്കാലഘട്ടത്തിലെ ആളുകൾക്ക് ആരൊക്കെ കളിക്കണ്ടല്ലോ സൗണ്ടിൽ ആദ്യം ക്ലിയർ ചെയ്ത് വെച്ചൂടെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അക്കാലഘട്ടത്തിൽ ഉള്ള സമൂഹം, ആ സമൂഹത്തിന് മാത്രമുള്ള, അവർക്ക് മാത്രം മനസ്സിലാകുന്ന, അതല്ലെങ്കിൽ അക്കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന മാനുഷിക ദൃഷ്ടാന്തങ്ങൾ. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം ഒരേ സമയം തന്നെ വേദഗ്രന്ഥവും അമാനുഷിക ദൃഷ്ടാന്തവും ആവുകയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അവസാന നാൾ വരെയുള്ള മനുഷ്യരോട് അള്ളാഹു വർത്തമാനം പറയുന്നത് പരിശുദ്ധ ഖുർആനിലാകുന്നത് പോലെ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവദൂതനാണ്, അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന മാനുഷിക ദൃഷ്ടാന്തം കൂടിയാണ് പരിശുദ്ധ ഖുർആൻ. മറ്റമാനുഷിക ദൃഷ്ടാന്തങ്ങൾക്ക് ആ രൂപത്തിലുള്ള ഒരു തലമില്ല. ചന്ദ്രനെ പിളർത്തിയത് കഴിഞ്ഞു പോയതാണ്, ഇസ്രാഉം മിഅ്റാജും എല്ലാം കഴിഞ്ഞു പോയതാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ന് നിഷേധിക്കുന്ന ആളുകൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സജീവമായ അമാനുഷിക ദൃഷ്ടാന്തം, മറ്റൊരു പ്രവാചകനും അള്ളാഹു നൽകിയിട്ടില്ലാത്ത സവിശേഷമായ അമാനുഷിക ദൃഷ്ടാന്തം, അതാണ് പരിശുദ്ധ ഖുർആൻ അജയ്യമാക്കുന്നത്. ഖുർആനെ നമ്മൾ പരിചയപ്പെടുത്തുന്നവരാണ്. ഖുർആനെ നാം പരിചയപ്പെടുകയും പരിചയപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് ഖുർആനെ നാം പരിചയപ്പെടുത്തുക? ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്, ദൈവിക ഗ്രന്ഥം എന്ന് ക്രൈസ്തവൻ നിങ്ങളുടെ സുഹൃത്ത് പറയുമ്പോൾ, എൻ്റെ കയ്യിൽ വേദങ്ങളുണ്ട് ദൈവിക ഗ്രന്ഥമായി എന്ന് നിങ്ങളുടെ സുഹൃത്ത് ഹിന്ദു പറയുമ്പോൾ, എൻ്റെ കയ്യിൽ ഞങ്ങളുടെ വേദഗ്രന്ഥമായി പരിശുദ്ധ ഖുർആനും ഉണ്ട് എന്ന് പറയേണ്ടവരല്ല നമ്മളാരും. മറിച്ച് എൻ്റെ കയ്യിലുള്ളത് സർവലോകരക്ഷിതാവായ തമ്പുരാൻ അവൻ്റെ സീല് വെച്ചുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി നൽകിയ കൃത്യമായ എൻ്റെയും നിങ്ങളുടെയും എല്ലാം വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനുണ്ട് എന്ന് പറയേണ്ടവനാണ്. അവിടെ അള്ളാഹുവിൻ്റെ സീൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ബൈബിളിൻ്റെ 66 പുസ്തകങ്ങൾ എടുത്ത് ഉയർത്തിക്കൊണ്ട് പ്രൊട്ടസ്റ്റന്റുകാരൻ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള 66 പുസ്തകങ്ങളും ദൈവിക ഗ്രന്ഥമാണിത്, സത്യവേദ പുസ്തകമാണ് എന്ന് പറയുമ്പോൾ തിരിച്ചു ചോദിക്കാൻ പറ്റും,
ഈ സത്യവേദ പുസ്തകത്തിലെ ഈ വചനങ്ങളിൽ എവിടെയെങ്കിലും ഇത് സർവലോകരക്ഷിതാവായ തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നൊരു അവകാശവാദമുണ്ടോ? ഇല്ല എന്നേ അവർക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ കത്തോലിക്കരുടെ 73 പുസ്തകങ്ങളാണെങ്കിലും ജൂതന്മാർ അവർ പ്രധാനമായും തോറ പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അവരുടെ അടിസ്ഥാനപരമായ ഗ്രന്ഥം തോറയാണ്. ക്രൈസ്തവ ബൈബിളിന്റെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ തോറയുടെ പരിഭാഷകളാണ്. ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം. ഈ തോറ പുസ്തകം കൂടാതെ അവർക്ക് കെത്തുബിം, നെബയും തുടങ്ങിയ പുസ്തക സമാഹാരങ്ങളുണ്ട്. വേദങ്ങളായി തന്നെ അവർ പരിചയപ്പെടുത്തുന്നതാണ്. അതുകൂടാതെ അവയുടെ വ്യാഖ്യാനങ്ങളായി പറയുന്ന മിദ്രാഷും തൽമൂദുമെല്ലാം അവർക്കുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന യഹൂദനോട് ഇവ ദൈവികമാണ് എന്നത് നിങ്ങളുടെ അവകാശവാദമാണ്, ശരി. എന്നാൽ ഈ പുസ്തകങ്ങളിലേതിലെങ്കിലും ഇത് സർവലോകരക്ഷിതാവായ തമ്പുരാൻ അവതരിപ്പിച്ചതാണ് എന്നുള്ള പടച്ചവന്റെ സീലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മാത്രമേ അവർക്ക് ഉത്തരം പറയാൻ കഴിയൂ. ഹൈന്ദവ സഹോദരങ്ങൾ വ്യത്യസ്തങ്ങളായ വേദങ്ങളുടെ ആളുകളാണ്. വേദസംഹിതകളുണ്ട്, ഉപനിഷത്തുക്കളുണ്ട്, വേദാന്തം എന്ന് പറയുന്ന ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളുമെല്ലാം ഉണ്ട്. പിന്നെ പുരാണങ്ങൾ, സ്മൃതി ഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങൾ, ഇങ്ങനെ ഒരുപാടെണ്ണം. ഈ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് വേദസംഹിതകൾ ശ്രുതിയാണ് എന്നും പരമഭഗവാനിൽ നിന്ന് ഋഷിമാർ കേട്ടതാണ് എന്നുമാണ് വിശ്വാസം. പക്ഷേ വേദസംഹിതകളിൽ ഋഗ്വേദം മുതൽ അഥർവവേദം വരെയുള്ള വേദസംഹിതകളിൽ എവിടെയെങ്കിലും ഇത് സർവലോകരക്ഷിതാവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന അവകാശവാദമുണ്ടോ, ആ സീലുണ്ടോ എന്ന ചോദ്യത്തിന് അവർക്കും നൽകാനുള്ള ഉത്തരം ഇല്ല എന്നാണ്. ഇവിടെ മുതൽ വേറിട്ട് നിൽക്കുന്നു പരിശുദ്ധ ഖുർആൻ. ഖുർആന്റെ അജയ്യത, ഖുർആന്റെ സവിശേഷത. ഖുർആൻ പേർത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് സർവലോകരക്ഷിതാവായ തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഇത്. ഖുർആൻ 26-ാമത്തെ അധ്യായം സൂറത്ത് ശുഅറായിലെ 192-ാമത്തെ വചനം നോക്ക്. വഇന്നഹു ലതൻസീല റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജദയിലെ 1-2 വചനങ്ങൾ നോക്കുക. അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. പരമാവർത്തി ചോദിക്കൊണ്ടിരിക്കാറുള്ള സൂറത്ത് യാസീൻ തുടങ്ങുന്നത് 5 വചനങ്ങൾ. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. ഖുർആൻ 55-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാൻ അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഖുർആൻ ആവർത്തിച്ച് ഒരു അവകാശവാദം ഉന്നയിക്കുകയാണ്. ഖുർആൻ സർവലോകരക്ഷിതാവിൽ നിന്ന് പരമകാരുണികരിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന അവകാശവാദം. ഈ അവകാശവാദം പരിശുദ്ധ ഖുർആനിന് മാത്രമേ ഉള്ളൂ. ഖുർആന്റെ അജയ്യത ആരംഭിക്കുകയാണ്, അതുല്യത ആരംഭിക്കുകയാണ്. ഈ അവകാശവാദം പരിശുദ്ധ ഖുർആനിന് മാത്രമുള്ളതാണ്. അവിടെ നിന്ന് തുടങ്ങുന്നു ഖുർആന്റെ വ്യതിരിക്തത. ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ ഖുർആൻ ഓരോരുത്തർക്കുമുള്ള വേദഗ്രന്ഥങ്ങളെ പോലെ നമുക്കുള്ള നമ്മുടെ വേദഗ്രന്ഥം എന്ന് മനസ്സിലാക്കുകയോ പറയുകയോ ചെയ്യുകയല്ല. മനുഷ്യർക്ക് വേണ്ടി സർവലോകരക്ഷിതാവായ തമ്പുരാൻ അവതരിപ്പിച്ച പടച്ചവന്റെ കയ്യൊപ്പുള്ള ഒരേ ഒരു ഗ്രന്ഥം എന്നാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുമ്പ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല. കയ്യൊപ്പുള്ള ഇന്ന് അവശേഷിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം എന്നാണ്. അതാണ് ഖുർആന്റെ 2-ാമത്തെ സവിശേഷത. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ
ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം കൂടിയാണ്. വേദഗ്രന്ഥങ്ങളെ കുറിച്ച് എല്ലാവർക്കും വിശ്വാസമുണ്ട്. ആ വേദഗ്രന്ഥങ്ങൾ ദൈവം അവതരിപ്പിച്ചു എന്ന് പലരും വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഹൂദന്മാർ അവരുടെ തോറാ ഗ്രന്ഥം മോശെ പ്രവാചകന് ദൈവം അവതരിപ്പിച്ചു കൊടുത്തതാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ക്രൈസ്തവർ ഇതേപോലെ തന്നെ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള വിശ്വാസമുള്ളവരാണ്. അതേപോലെ വ്യത്യസ്ത വിഭാഗങ്ങൾ. നമുക്കവരോട് ചോദിക്കുക, ഈ ഗ്രന്ഥങ്ങൾ, നിങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങൾ, ആ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ ഇന്ന് നമുക്ക് ലഭ്യമാണോ? മോശെ പ്രവാചകനെ ദൈവം തോറ അവതരിപ്പിച്ചു എന്ന് തോറയിലുണ്ട്. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് മോശയ്ക്ക് ദൈവം തോറ അവതരിപ്പിച്ചു എന്നാണ്. എന്നാൽ നമ്മൾ അവരോട് ചോദിക്കേണ്ടത്, മോശയ്ക്ക് മൂസാ നബിക്ക് അവതരിപ്പിച്ച തോറ അതേപോലെ ഇന്ന് ഉപലബ്ധമാണോ എന്ന്. തോറയിൽ മോശയ്ക്ക് അവതരിപ്പിച്ചു എന്ന് പറയുന്ന തോറ അതാണോ ഇന്ന് അവരുടെ കയ്യിലുള്ള തോറ എന്ന് ചോദിച്ചാൽ യഹൂദ പണ്ഡിതന്മാർ പറയുക അല്ല എന്നാണ്. ആ തോറയിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. യോശുവ അടക്കമുള്ള പലരും ആ തോറയിൽ പലതും എഴുതി ചേർത്തിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ തന്നെയാണ് ഓരോ ഗ്രന്ഥവും. യേശുക്രിസ്തു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചതായി മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിൽ കാണാം. ആ ദൈവത്തിൻ്റെ സുവിശേഷം ഖുർആൻ ആവർത്തിച്ച് ദൈവികമെന്ന് പറയുന്ന ഗ്രന്ഥം, അത് ഇന്ന് നിങ്ങളുടെ കൈകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞങ്ങളുടെ കൈകളിലുള്ളത് മത്തായിയുടെയും മാർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും യോഹന്നാൻ്റെയും സുവിശേഷമാണ് എന്നാണ് അവരുടെ ഉത്തരം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധിയിൽ വേദഗ്രന്ഥങ്ങൾ ഏതെങ്കിലും നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ആ വേദഗ്രന്ഥങ്ങളുടെ വക്താക്കൾക്ക് നൽകുവാനുള്ള ഒരു മറുപടി ഇല്ല എന്നാണ്. ഇവിടെയും ഖുർആൻ മാറി നിൽക്കുന്നു. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിലൂടെ അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനം പറയുന്നുണ്ട്. ഇന്നാ നഹ്നു നസ്സൽനാഹു വ ഇന്നാ ലഹാഫിളൂൻ. നാം ആകുന്നു ഇത് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട അതേ വിശുദ്ധിയിൽ. അത്ഭുതകരമാണ് ഖുർആന്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നത് മാത്രമല്ല, ഖുർആന് മാത്രമുള്ളൊരു സവിശേഷതയുണ്ട്. ആ പലപ്പോഴും വിമർശകന്മാർ ഖുർആനിനെതിരെ പറയുന്നതാണ്, പക്ഷേ അത്ഭുതകരമാണത്. അതെന്താ? പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആദ്യം അത് ഖുറൈശികളുടെ മാത്രം ഡയലക്റ്റിൽ, സംസാര ഭാഷയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. കാരണം ഖുറൈശിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കക്കാരാണ് പരിശുദ്ധ ഖുർആന്റെ പ്രാഥമിക സംബോധിതർ. അതുകൊണ്ട് തന്നെ മക്കക്കാരുടെ സംസാര ഭാഷയിൽ ഖുർആൻ ലിഖിത രൂപത്തിലല്ല അവതരിപ്പിക്കപ്പെട്ടത്, വർത്തമാന രൂപത്തിലാണ്, പാരായണ രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ മക്കക്കാരുടെ സംഭാഷണ ഭാഷയിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. നിങ്ങൾ കേരളത്തിൽ എഴുത്ത് വ്യാപകമല്ലാത്തൊരു സമയത്തെക്കുറിച്ച് ആലോചിക്കുക.
തീരെ എഴുത്തില്ല. വളരെ പ്രധാനപ്പെട്ട എഴുത്തറിയുന്നയാൾ എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു വളരെ വളരെ എന്താ പറയുക, ഒരു പ്രത്യേകക്കാരനാണ്. അങ്ങനത്തെ ഒരു കാലം. ആ സമയത്ത് സംസാര ഭാഷയിൽ ഇവിടെ ഒരു 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 ഗ്രന്ഥം ഉണ്ടായി എന്ന് വിചാരിക്കുക. നമ്മുടെ മലപ്പുറത്തുള്ള ഞാൻ സംസാര ഭാഷയിൽ ഒരു ഗ്രന്ഥം എഴുതി. തിരുവനന്തപുരത്തുകാരൻ ആ പുസ്തകം വായിച്ചാൽ എന്താണ് അയാൾക്ക് മനസ്സിലാവുക? കാസർഗോട്ടുകാരൻ അതേ പുസ്തകം വായിച്ചാൽ എന്താ മനസ്സിലാകുക? സംസാര ഭാഷയിൽ മനസ്സിലാക്കണം. വ്യത്യാസങ്ങൾ ഉണ്ടാകും. എത്രത്തോളം ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടാകും. തിരുവനന്തപുരത്തുകാരുടെയും കാസർഗോട്ടുകാരുടെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്കിന്നൊരു സ്റ്റാൻഡേർഡ് ഭാഷയുള്ളത് കൊണ്ട്, എഴുത്ത് ഭാഷയായി അത് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് അത് അളക്കാൻ കഴിയും. അതില്ലാത്തൊരു സമയം ആലോചിക്കുക. പരിശുദ്ധ ഖുർആൻ ഖുറൈശികളുടെ ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടു. അവതരണം ആരംഭിച്ചു. ഇസ്ലാമിലേക്ക് ആദ്യം വന്നത് മുഴുവനും ഖുറൈശികളാണ്. എന്നാൽ പിന്നീട് ഇസ്ലാമിലേക്ക് മറ്റു പലരും വരാൻ തുടങ്ങി. സംസാരം നിലനിൽക്കുന്ന പ്രദേശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വാഭാവികമായും സംസാരത്തിലൂടെയാണ്, പാരായണത്തിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ കൊടുക്കുന്നത് അവർക്ക്, എഴുത്ത് രൂപത്തിലല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു, പടച്ചവനെ, നീ ഖുറൈശികളുടെ ഹർഫിൽ മാത്രമാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഖുറൈശികളുടെ ഹർഫിൽ മാത്രമല്ല, ഒന്നിലധികം ഹർഫുകളിൽ അവതരിപ്പിക്കണമേ. അള്ളാഹു പ്രവാചകന്റെ ആ ആവശ്യം അംഗീകരിച്ചു. 7 ഹർഫുകളിൽ ഖുർആൻ പിന്നീട് അവതരിപ്പിക്കപ്പെടാൻ തുടങ്ങി. അത് വേറെ ഉലൂമുൽ ഖുർആനിലെ വലിയൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് പോവല്ല. പക്ഷെ ഞാൻ ഈ അത്ഭുതം പറയാം, അജയ്യത ഖുർആനിന്റെ ഈ 7 ഹർഫുകളിൽ അവതരിപ്പിക്കപ്പെട്ട ഒരേ ആയത്ത് തന്നെ ചില സ്ഥലത്ത് വ്യത്യാസങ്ങൾ. എന്തിനാ വ്യത്യാസം? വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള വ്യത്യാസം. പക്ഷെ ആ വ്യത്യാസങ്ങളിലും വൈരുദ്ധ്യമില്ലാത്ത രൂപത്തിൽ ഖുർആൻ സംരക്ഷിച്ചു. അതോടൊപ്പം തന്നെ ആ 7 ഹർഫുകളും 10-ലധികം ഖിറാഅത്തുകളിലായി ഈ കാലം വരെ അതേപോലെ നിലനിൽക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ പിന്നീട് ഖുർആൻ എഴുത്ത് ഭാഷയുണ്ടായി, സ്റ്റാൻഡേർഡ് ഭാഷയിലേക്ക് വന്നു, ഖുറൈശി ഭാഷയിൽ എഴുതപ്പെട്ടു. പക്ഷേ ഗ്രാമ്യമായ 7 ഹർഫുകളിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ ആ 7 ഹർഫുകളും 10-ലധികം ഖിറാഅത്തുകളിലായി. 10 ഖിറാഅത്തുകൾ എന്ന് പറഞ്ഞാൽ പാരായണ രീതികളാണ്. 10 ഖിറാഅത്തുകൾ എന്ന് പറഞ്ഞാൽ 10-ലധികം എന്ന് പറയാൻ കാരണം 10 എണ്ണമാണ് മുത്തവാത്തിറായ ഒരുപാട് ചെയിനുകളിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ട് ഇന്ന് വരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ 10 ഒരുപാട് എണ്ണം അത് വേറെ ഉണ്ട്. പാരായണം എന്ന് പറയുമ്പോൾ വ്യത്യാസങ്ങളല്ല കേട്ടോ, വ്യത്യാസം ഹർഫുകളിലാണ്. പാരായണ രീതികളാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ചിലപ്പോൾ നിങ്ങളൊന്നും വളരെ പെട്ടെന്ന് ഒരുപാട് കേട്ടൊരു കാര്യമല്ല ഇത് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ അതുപോലും ഖുർആന്റെ അജയ്യതയാണ്, അത്ഭുതകരമാണ് ഖുർആൻ. വിമർശകർ അത് പറഞ്ഞുകൊണ്ട് പലതരം ഖുർആൻ ഉണ്ടല്ലോ എന്നെല്ലാം പറയാറുണ്ട്. സത്യത്തിൽ പലതരം ഉണ്ട് എന്നത് പരിശുദ്ധ ഖുർആന്റെ അജയ്യതയാണ് വെളിപ്പെടുത്തുന്നത് എന്നതാണ് അതിൻ്റെ വസ്തുത. അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിനുള്ള തെളിവും അത് തന്നെയാണ്. ചിലപ്പോൾ വിമർശകന്മാർ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന മുസ്ഹഫുകളിൽ ഏറ്റവും പുരാതനമായി അറിയപ്പെടുന്നത് താഷ്കന്റിലെ മ്യൂസിയത്തിലുള്ള മുസ്ഹഫാണ്. അതേപോലെ തന്നെ തുർക്കിയിലെ തോപ്കാപ്പി മ്യൂസിയത്തിലുള്ള മുസ്ഹഫാണ്. ഈ മുസ്ഹഫുമായി ബന്ധപ്പെട്ട് ഓറിയന്റലിസ്റ്റുകൾ പഠനത്തോടുകൂടി പഠനമാണ്. പഠനം. അതെന്തിനാ? ഈ മുസ്ഹഫ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലുള്ള മുസ്ഹഫ് അല്ല. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതിയതാണ്, 20 കൊല്ലം കഴിഞ്ഞ് എഴുതിയതാണ്, 30 കൊല്ലം കഴിഞ്ഞ് എഴുതിയതാ. എന്തിനാണ് ഇതെല്ലാം പറയുന്നത്? എന്തിനാണ് ഗവേഷണം നടത്തുന്നത്? എന്തിനാണ് കാർബൺ ഡേറ്റിംഗ് നടത്തുന്നത്? അതിനുള്ള ഉത്തരം ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ അവകാശവാദം അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന്
സമർത്ഥമായി സ്ഥാപിക്കാൻ വേണ്ടി. ഇതിനാണ് ഗവേഷണം. പക്ഷേ ഒരു രേഖയും ഖുർആനിൻ്റെതായി ലോകത്തില്ല എന്ന് വിചാരിക്കുക. ഒരു രേഖയില്ല, താഷ്കൻഡിലും ഇല്ല, എവിടെയില്ല എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും ഖുർആനിൻ്റെ സംരക്ഷണം എന്നത് അത്ഭുതകരമായി മനുഷ്യരിലൂടെ നിർവഹിക്കപ്പെട്ട ഒരു അത്ഭുതമായി അജയ്യതയായി നിലനിൽക്കുമെന്നുള്ളതാണ് സത്യം. അതിനും ഈ 10 ഖിറാഅത്തുകൾ തെളിവാണ്. കാരണം ഇന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള ആളുകൾ ഓരോരുത്തർ ഉസ്താദുമാരിലേക്ക് ഇങ്ങനെ പോയാൽ റസൂലുള്ളാഹിയിൽ എത്തുന്ന രൂപത്തിൽ ചെയിനടക്കം അതിൻ്റെ സനദടക്കം സംപ്രേഷണ പരമ്പരയടക്കം പറയാൻ കഴിയുന്ന 100 കണക്കിന് ആളുകൾ ഇജാസയുള്ള കാര്യങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. ഒരാളുടെ ഇജാസ ഖാലൂൻ എന്ന ഖിറാഅത്തിലാണെങ്കിൽ വേറൊരാളുടെ ഇജാസ മറ്റൊരു ഖിറാഅത്തിലാണ്, വർഷിലാണ്, അല്ലെങ്കിൽ ഹഫ്സിലാണ്. ഇങ്ങനെ പല ഖിറാഅത്തുകൾ. ഞാൻ പറയുന്നത് ഈ ഖിറാഅത്തുകൾ അടക്കം ഓരോന്നും റസൂലുള്ളാഹിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് സംപ്രേഷണം ചെയ്യപ്പെട്ട് പൂർണ്ണമായി ഇതേപോലെ. അങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ എന്ന പരിശുദ്ധ ഖുർആന്റെ അവകാശവാദം അബദ്ധമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ഹഫുകളെ നശിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ ഒരു ഏകഛത്രാധിപതി വന്നിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഒരു ഏകാധിപതി വന്നു. എന്നിട്ട് നമ്മുടെ നാട്ടിലെ നാസ്തികന്മാരും അല്ലാത്തവരും എല്ലാം ലോകത്തെല്ലാം ഉള്ള ഇസ്ലാം ഭീതി പരത്തുന്ന ആളുകൾ ഒരുമിച്ച് നിന്നിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് ഒരു വൈറസ് ഉണ്ടാക്കിയിട്ട്, അങ്ങനെയാണല്ലോ ഇന്ന് പ്രിന്റിംഗ് പ്രസ് എല്ലാം തന്നെ സോഫ്റ്റ്വെയറിലാണ് കാര്യങ്ങൾ വർക്ക്. ഒരു വൈറസ് ഉണ്ടാക്കിയിട്ട് ആ വൈറസിനെ ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് കൊടുത്തിട്ട് ഇന്ന് രാത്രി 12 മണിയുടെ മുമ്പ് ലോകത്തുള്ള മുഴുവൻ സ്റ്റോർ ചെയ്ത സ്ഥലങ്ങളിലുമുള്ള ഖുർആനിന്റെ കോപ്പികൾ മുഴുവനും അല്ലെങ്കിൽ ഖുർആന്റെ രേഖകൾ മുഴുവനും നശിപ്പിക്കണം. അതേപോലെ ആ ഏകഛത്രാധിപതിയുടെ പട്ടാളക്കാർ വന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ഹഫുകളും കത്തിച്ചെരിക്കണം എന്ന തീരുമാനിക്കുകയും അതനുസരിച്ച് അത് പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഇന്ന് രാത്രി 12 മണിയോടുകൂടി ലോകത്ത് ഖുർആനില്ല, പിന്നെ ഒരൊറ്റ മുസ്ഹഫും ബാക്കിയില്ല, എല്ലാം കത്തിച്ചാമ്പലായി. സോഫ്റ്റ്വെയറുകളെല്ലാം തകർന്നു, എല്ലാ ഇതുകളും പോയി, എല്ലാ ആപ്പുകളിൽ നിന്നുള്ള ഖുർആൻ അപ്രത്യക്ഷമായി. എങ്കിലോ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാളെ രാവിലെ സുബഹിക്ക് അമേരിക്കയിലും ആഫ്രിക്കയിലും ഇന്തോനേഷ്യയിലും ഇന്ത്യയിലുമെല്ലാമുള്ള കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. അതെല്ലാം ഒരേപോലെയാവുകയും ചെയ്യും. ഇതേപോലെ അജയ്യത അവകാശപ്പെടാൻ പറ്റുന്ന, നിലനിൽപ്പ് അവകാശപ്പെടാൻ പറ്റുന്ന എന്താണുള്ളത്? അത്ഭുതകരമാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ സഹോദരങ്ങൾ. അതാണ് പരിശുദ്ധ ഖുർആൻ. ഓരോന്നിലും അതാ ഞാൻ പറഞ്ഞത്, ഈ ഖിറാഅത്തുകളുടെ വ്യത്യാസങ്ങൾ പലപ്പോഴും പ്രബോധകർക്ക് മുൻപിൽ ഭയങ്കര കിറാമുട്ടിയായി എടുത്തിടാറുള്ള ഒരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഉലൂൽ ഖുർആൻ നന്നായി പഠിച്ച അതിൻ്റെ അവസാനത്തെ ചാപ്റ്ററിലാണിത്. അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ പ്രബോധകർക്കോ സാധാരണ പണ്ഡിതന്മാർക്കൊന്നും ഈ ഖിറാഅത്തുകളും മറ്റൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ അത് അറിയേണ്ടതില്ല. കാരണം അതിൻ്റെ ഓരോ പ്രദേശത്ത് ഓരോ ഖിറാഅത്താണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ അറിയേണ്ട കാര്യമില്ല. അപ്പൊ പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അത് എടുത്തുദ്ധരിച്ച് ഭയങ്കര സംഭവമാക്കി കൊണ്ടുവരാറുണ്ട്. പക്ഷെ അത് പരിശോധിച്ചാൽ പോലും അവിടെ പരിശുദ്ധ ഖുർആനിന്റെ അജയ്യതയും അമാനുഷികതയുമാണ് നമുക്ക് ബോധ്യപ്പെടാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഖുർആനിന്റെ ഒരു വെല്ലുവിളിയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഖുർആന്റെ വെല്ലുവിളി ആവർത്തിച്ച് ഉദ്ധരിക്കപ്പെടാറുള്ളത്. ഖുർആനിൽ പലതവണ ആവർത്തിച്ച് വെല്ലുവിളിച്ചിട്ടുണ്ട്.
ഖുർആനിനെ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഖുർആനിലെ 10 അധ്യായങ്ങൾക്ക് തുല്യമായ അധ്യായങ്ങൾ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവസാനമായി ഖുർആൻ വെല്ലുവിളിച്ചത് സൂറത്തുൽ ബഖറയിൽ നമ്മൾ ഖുർആനിനെ ഒരു ഓർഡറിൽ ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ ആദ്യമായി നമ്മൾ ഖുർആന്റെ വെല്ലുവിളി നമ്മൾ വായിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങളിലാണ്. ആ വെല്ലുവിളി നമ്മൾ ആവർത്തിച്ച് കേട്ടിട്ടുള്ളതാണ്. വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സ്വാദിഖീൻ. ഇത് വെല്ലുവിളി. ഇനിയൊരു പ്രഖ്യാപനം ഉണ്ടോ ഖുർആന്റെ അതിനുശേഷം? വെല്ലുവിളിച്ച് നിർത്തല്ല. എന്താ? വഇൻ തഫ്അലു വലൻ തഫ്അലു ഫത്തഖുൻ നാറല്ലത്തി വഖൂദുഹാ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ എങ്കിൽ അതേപോലെയുള്ള ഒരു അധ്യായം നിങ്ങൾ എല്ലാവരും കൂടി കൊണ്ടുവരാം. എന്നിട്ട് കൊണ്ടുവന്നിട്ട് അള്ളത് ചെക്ക് ചെയ്യോ? അള്ളല്ല ചെക്ക് ചെയ്യുക, നിങ്ങളിനെ ചെക്ക് ചെയ്താലും മതി. നിങ്ങളുടെ തന്നെ സാക്ഷികളെ നിങ്ങൾ കൊടുന്നോ. ഇപ്പൊ ചിലപ്പോൾ ഇത് കളിയാക്കാറുണ്ട് നാസ്തികന്മാർ. പടച്ചോൻ വെല്ലുവിളിക്കുക, നമ്മൾ കൊടുന്ന പടച്ചോൻ ചെക്ക് ചെയ്യോ? എന്നിട്ട് ആരാത് ഉണ്ടാക്കുക, എന്നിട്ട് ആരാത് പറയാ? പടച്ചോനല്ല ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ ചെക്ക് ചെയ്തോന്നാ പടച്ചോൻ പറയണത്. എന്താ? വദൂ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്, നിങ്ങളിൽ നിന്നുള്ള സാക്ഷികളെ തന്നെ നിങ്ങൾ കൊണ്ടുപോവാ. എന്നിട്ട് 4 ആള് പറയട്ടെ ഇത് കൊള്ളുന്ന്. പറയട്ടെ ആരെങ്കിലും. ഖുർആന്റെ വെല്ലുവിളിയാണ്. നിങ്ങളിൽ നിന്നുള്ള, നിങ്ങളുടെ മനുഷ്യരിൽ നിന്നുള്ള വിവരമുള്ള സാക്ഷികളായ ആളുകളെ അള്ളാഹു ഒഴിച്ച് ആരുണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നോ. നിങ്ങൾ ഒരുമിച്ച് കൂടിക്കോ. കൊണ്ടുവന്നല്ലോ, പലപ്പോഴും കൊണ്ടു നോക്കി. കൊറോണയുടെ സമയത്ത് ഒരു സൂറത്തുൽ കൊറോണ കൊടുന്നു. അത് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ അത് കൊറോണ ഇപ്പോഴും ഉണ്ട്. സൂറത്തുൽ കൊറോണ മരിച്ചു. കാരണം എന്താ? വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്. 4 ആൾക്കാർ അത് കണ്ടപ്പോ ഇതാ ഖുർആനിലെ ആയത്തിന് തുല്യം. അവരെ ആൾക്കാർ പറഞ്ഞു ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, തള്ളണം. അങ്ങനെ പലരും പലതും കൊണ്ടുവന്ന് നോക്കിയിട്ടുണ്ട്. ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് പോയാൽ ഖുർആനിന് തുല്യമായ അധ്യായം കൊണ്ടുവരാൻ വേണ്ടി തന്നെ അറബി ഭാഷയിൽ സിദ്ധവൈഭവമുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുമിച്ച് സൈറ്റുകളുണ്ട്. അതെ, ആ സൈറ്റുകളിൽ അവർ ഒരുമിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കണം. എന്തിനാ? ഖുർആനിന് തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ. ആരാണവർ? അറബി ഭാഷയിൽ അഗാധ പാണ്ഡിത്യമുള്ളവർ. അവർ കൊണ്ടുവരലില്ലേ? കൊണ്ടുവരലുണ്ട്. സൂറത്ത് വരും, 8 ദിവസം കഴിയുമ്പോൾ അത് മാറും. അതിൽ ഇന്ന പ്രശ്നമുണ്ട് എന്നിട്ട് തിരുത്തും. അതാണ് പരിശുദ്ധ ഖുർആന്റെ സവിശേഷത. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വെല്ലുവിളിയോടൊപ്പം പരിശുദ്ധ ഖുർആൻ നടത്തുന്ന മറ്റൊരു വെല്ലുവിളിയാണ്, നമുക്കെല്ലാം മനസ്സിലാകുന്ന വെല്ലുവിളിയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ എന്ന വെല്ലുവിളി. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും പടച്ചവന്റെ പക്കൽ എന്നുള്ളത് നല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഇതൊരു വല്ലാത്ത വർത്തമാനമാണ്. വടി കൊടുത്ത് അടി വാങ്ങാൻ നമ്മൾ കേട്ടിട്ടില്ലേ? വടി കൊടുത്ത് അടി വാങ്ങാൻ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ഖുർആൻ വടി കൊടുക്കുകയാണ്, അല്ല അടിക്കുന്ന പറയണത്. വിമർശകരെ നിങ്ങൾ അടിച്ചോളൂ, വടി ഇതാ പിടിച്ചോ. എന്താ വടി? നിങ്ങളൊരു വൈരുദ്ധ്യം കണ്ടുപിടിച്ചോ, ഒരു അബദ്ധം കണ്ടുപിടിച്ചോ, എന്നിട്ട് ഖുർആൻ അടിക്ക്. ഖുർആൻ പൊളിയാൻ റെഡിയാണെന്നാണ്. ഖുർആൻ പൊളിയാൻ റെഡിയാ, ഖുർആൻ തകരാൻ റെഡിയാണ്. പക്ഷെ എന്ത് വേണം? നിങ്ങൾ അബദ്ധം കൊണ്ടുപോവാ, വൈരുദ്ധ്യം കൊണ്ടുപോവാന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10 ഖിറാഅത്തുകൾ, 7 ഹർഫുകൾ. ഇത് 7 ഹർഫുകളുടെ വ്യത്യാസം. പക്ഷേ ആ വ്യത്യാസങ്ങളിൽ പോലും ഒരു വൈരുദ്ധ്യം കാണാൻ കഴിയുന്നില്ല. അത്ഭുതമാണ് ഖുർആൻ. അബദ്ധം ഇതേപോലെ തന്നെ. എന്താ ഗവേഷണം? ഖുർആനിൽ ഒരു അബദ്ധം കണ്ടെത്താനുള്ള ഗവേഷണം എന്താ? എത്ര ഭീകരമായ ഗവേഷണമാണ്. പക്ഷെ എന്താ ഉണ്ടാകുന്നത്? 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഖുർആനിൽ ഒരബദ്ധം. നമ്മളിപ്പോൾ ഞാൻ എല്ലാം ഈ ഏർപ്പാട് തുടങ്ങിയിട്ട് ഏകദേശം 10-30 വർഷമായി. പൊതുവേദികളിൽ വെച്ച് നമ്മൾ തുറന്ന ആളുകളോട് ചോദിക്കുക, വിമർശകരോട് പറയുന്നത്, വസ്തുനിഷ്ഠമായ ഒരു അബദ്ധം പരിശുദ്ധ ഖുർആനിൽ നാം തിരിച്ചു കൊണ്ടുവരണം.
തയ്യാറാണ്. ഞാൻ മുസ്ലിങ്ങളല്ല, ഖുർആൻ തയ്യാറാണ് ഇത് വലിച്ചെറിയാൻ പറയാൻ. കാരണം ഖുർആനാ പറയണത് ഇത് പടച്ചോന്റെ അടുത്തുള്ളത് ആണ് എന്നതിന് തെളിവായിട്ട് ഇതിൽ അബദ്ധമില്ല. ഉണ്ടല്ലോ ഖുർആനിൽ അബദ്ധം. എന്താ അബദ്ധം? ഖുർആനിൽ ഭൂമി പരന്നാണെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ സംവാദത്തിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു. ഈ ആരോപണം സംവാദത്തിൽ എൻ്റെ സഹസംവാദകൻ കൊണ്ടുവന്ന ഒരു ആരോപണമൊന്നുമല്ല. അത് എത്രയോ കാലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം എത്രയോ കാലമായി. ഇടമറുക് മലയാളത്തിൽ ആദ്യമായി ഖുർആൻ വിമർശന പഠനം എന്നുള്ള പുസ്തകം ഇറങ്ങിയപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണമാണ്. കാരണം ഖുർആൻ പരിഭാഷ എടുത്തുകൊണ്ട് നോക്കുമ്പോൾ ഖുർആനെ പരത്തിയുന്നുണ്ട്, വിരിച്ചുന്നുണ്ട്, തൊട്ടിലാക്കിയുന്നുണ്ട്, പലതുണ്ട്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അവിടെ സംസാരിക്കുന്നത് മുഴുവൻ മനുഷ്യരോട്. പരിശുദ്ധ ഖുർആൻ ഭൂമിയിൽ അള്ളാഹു നൽകിയ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമി വിധാനിച്ചു എന്നതാണ്, ഭൂമി പരത്തി എന്നതാണ്, ഭൂമി തൊട്ടിലാക്കി എന്നതാണ്, ഭൂമി വിരിപ്പാക്കി എന്നതാണ്. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഭൂമിക്ക് തുല്യമായ എന്തെങ്കിലും ഉണ്ടോ എന്ന പഠനമുണ്ട്. എക്സോബയോളജിസ്റ്റുകൾ അതാ പഠിച്ചുകൊണ്ടിരിക്കണത്. എന്താ, എവിടെ ജീവന്റെ ഒരു അംശം ഉണ്ടോ? ഇപ്പൊ ഈ കഴിഞ്ഞ 18-ാം തീയതി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പെർസിവറൻസ് എന്ന പേടകം ചൊവ്വയിൽ പോയി ഇറങ്ങി. നാസയുടെ പേടകം പെർസിവറൻസ് എന്നാണ് അതിന്റെ പുതിയ പേര്. മുമ്പ് മാർസ് 2020 എന്നായിരുന്നു. അത് 2020 കഴിഞ്ഞപ്പോൾ പെർസിവറൻസ് ആക്കി. ഈ പേടകത്തിന്റെ പണിയാൻ എന്താന്ന് വെച്ചാൽ ചൊവ്വയിൽ ജീവന്റെ വല്ല അംശം ഉണ്ടാന്ന് പരിശോധിക്കലാണ്. ജീവൻ എവിടെയെങ്കിലും പ്രപഞ്ചത്തിൽ ഭൂമി ഒഴിച്ചുണ്ടോ? അതിനു വേണ്ടി തന്നെ ഡ്രേക്സ് ഇക്വേഷൻ എന്നൊരു ഇക്വേഷൻ അല്ലേ, ഞാൻ വിശദീകരിക്കണില്ല. പക്ഷെ ഇതുവരെ പരിശോധിച്ചിടത്തോളം, പഠിച്ചിടത്തോളം, അന്വേഷിച്ചിടത്തോളം ഭൂമിക്ക് തുല്യമായ രൂപത്തിലുള്ള ഒരു പ്രാപഞ്ചിക പ്രതിഭാസവും കണ്ടെത്തിയിട്ടില്ല. ഉണ്ടാകാം, ഇല്ല എന്നല്ല പറയുന്നത്, കണ്ടെത്തിയിട്ടില്ല. അവിടെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനം. ഞാനിങ്ങനെ ഇവിടെ നിന്നിട്ട് സംസാരിക്കുന്നു, നിങ്ങളങ്ങനെ ഇരുന്ന് കേൾക്കുന്നു. ഭൂമി അല്ലാതെ അറിഞ്ഞെടുത്തോളം പ്രപഞ്ചത്തിൽ എവിടെ ഇതിന് പറ്റൂല. ഭൂമി ഒരു ചെറിയ സ്ഥലമാണ്. ചെറുത് എന്ന് പറഞ്ഞാൽ ചെറിയ 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 സ്ഥലം. എത്രത്തോളം ചെറുത് നമുക്ക് പറയാൻ പറ്റൂല. അത്രയും നാണം കെട്ട അത്രയും ചെറുതാണ്. അങ്ങനെ പറയുമ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അറിഞ്ഞിടത്തോളം 30,000 കോടി ഗാലക്സികളുടെ ഒരു മഹാസഞ്ചയമാണ്. ആ 30,000 കോടി ഗാലക്സികളിൽ ഒരു ഗാലക്സി മാത്രമാണ് നമ്മുടെ മിൽക്കി വേ. ആ മിൽക്കി വേയിൽ 20,000 കോടിയോളം നക്ഷത്രങ്ങളുണ്ട്. ആ 20,000 കോടിയോളം നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം മാത്രമാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യന് ചുറ്റും ചുറ്റിത്തിരിയുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ അത്യാവശ്യം വലുപ്പമുള്ളതിനാണ് നമ്മൾ ഗ്രഹം എന്ന് പറയാം. വേറെ ക്ഷുദ്രഗ്രഹങ്ങളുണ്ട്, അതേപോലെ തന്നെ പിന്നെ ധൂമകേതുക്കൾ, അങ്ങനെ പലതുണ്ട്. പക്ഷെ ഒരു അത്യാവശ്യം വലുപ്പമുള്ളതാണ് നമ്മൾ ഗ്രഹം എന്ന് പറയാം. അതിൽ ഒരെണ്ണാണ് ഭൂമി. അതാണ് ഭൂമിന്റെ അഡ്രസ്സ്. 30,000 കോടി ഗാലക്സികളിൽ ഒരെണ്ണമായ മിൽക്കി വേ ഗാലക്സിയിലെ 20,000 കോടി നക്ഷത്രങ്ങളിൽ ഒരെണ്ണമായ സൂര്യന്റെ ചുറ്റിത്തിരിയുന്ന ലക്ഷക്കണക്കിന് വസ്തുക്കളിൽ അത്യാവശ്യം വലുപ്പമുള്ള ഗ്രഹങ്ങൾ 8 എണ്ണം. ആ 8 എണ്ണത്തിൽ ഒരെണ്ണം ഭൂമി. ചെറുത്, ചെറിയ 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 സാധനം. ആ ഭൂമിയിൽ മാത്രമാണ് അറിഞ്ഞിടത്തോളം മനുഷ്യർക്ക് അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കൾക്ക് ജീവിക്കാൻ പറ്റും. മനുഷ്യരോട് പടച്ചോൻ പറയുമ്പോൾ ഈ പറഞ്ഞ കോടാനുകോടികളുണ്ടല്ലോ, അതെല്ലാം ഗോളങ്ങളാണ്. ആകാശത്തിൽ നോക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതെല്ലാം ഗോളങ്ങളാണ് എന്നുള്ളത്. ഇതെല്ലാം ഗോളങ്ങളാണ്. ഒരുവിധമെല്ലാം ഞാൻ പറഞ്ഞ ക്ഷുദ്രഗ്രഹങ്ങളെ പോലെയുള്ള സാധനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഈ ഗോളങ്ങളാവുമ്പോൾ ഖുർആനിൽ ഭൂമി അല്ല ഗോളം എന്ന് പ്രത്യേകം മനുഷ്യരോട് അവർക്ക് നൽകിയ അനുഗ്രഹമായി എടുത്തു പറയേണ്ടതില്ല. മറിച്ച് ഭൂമിയിൽ നൽകിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവിടെ
ഒന്നും ഇതേപോലെ ഇപ്പൊ പറഞ്ഞിടത്തോളം ഇതേപോലെ നമുക്ക് വർത്താനം പറയാൻ പറ്റിയൊരു സ്ഥലമല്ല, ഇതേപോലെ ഒരു ബിൽഡിംഗ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമല്ല, നമുക്ക് ഒന്ന് കിടക്കാൻ പറ്റിയ സ്ഥലമല്ല, നമുക്കൊന്ന് വിരിക്കാൻ പറ്റിയ സ്ഥലമല്ല. ആകെ അത് ഭൂമിയിലുള്ളൂ. ഏറ്റവും പുതിയ ശാസ്ത്ര സിദ്ധാന്തം തന്നെ പറയുന്നത് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ എന്നാ പറയാം. ഞാൻ ഇന്നലെ വേങ്ങരയിൽ വെച്ച കാര്യം പറഞ്ഞിരുന്നു. ആന്ത്രോപിക് പ്രിൻസിപ്പിൾ പറയുന്നത് ഈ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ തന്നെ, അഥവാ 1400 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചം ഉണ്ടായി എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ തന്നെ ഭൂമിയിൽ മനുഷ്യൻ എന്ന ഒരു ജൈവവർഗം അഥവാ ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ഉണ്ടാകണമെന്ന് അപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നു. വേദഗ്രന്ഥമല്ലട്ടത് പറയുന്നത്. എൻ്റെ സംസാരം കേൾക്കുന്ന ആസ്തികരാരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും വേദഗ്രന്ഥമല്ലത് പറയുന്നത്, മറിച്ച് സയൻസാ പറയണത്. പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ തന്നെ മനുഷ്യരുണ്ടാകണമെന്നുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതാണ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഭൂമിയോട് ഇതെല്ലാണ് പറഞ്ഞത്. ഭൂമി പിന്നെ പരത്തിയതും എല്ലാം പറയുമ്പോൾ തന്നെ ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയുടെ ഗോള സവിശേഷത ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഒരു ഗോളമാണ് എന്ന വസ്തുത ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാർ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതെ, ഖുർആൻ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 5-ാമത്തെ വചനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാപണ്ഡിതന്മാർ എപ്പോ 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ അവര് പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഭൂമി ഗോളാകൃതിയാണ്. ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഗോളാകൃതിയാണ്. എന്നിട്ടോ ഈ ഭൂമിയിൽ മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ ആദ്യ കാലഘട്ടത്തിലെ 8-ാം നൂറ്റാണ്ടിലെയും 9-ാം നൂറ്റാണ്ടിലെയും എല്ലാം ശാസ്ത്രജ്ഞന്മാർ ആകാശഗോളങ്ങളെ കുറിച്ച് പഠിച്ചതിൻ്റെ പല കാരണങ്ങളിലൊന്ന് ഖിബില ഭൂമിയിൽ നിന്ന് നിർണയിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഇസ്ലാം വളർന്നു, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ഇസ്ലാം പോയി. അപ്പോൾ സ്വാഭാവികമായി ഖിബിലക്ക് കഅബയെ ഖിബിലയാക്കിക്കൊണ്ട് നമസ്കരിക്കണമെന്നുള്ള ഇസ്ലാമിന്റെ നിയമമുണ്ട്. അപ്പോൾ ഖിബിലയെ എങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് അളന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്ന വിഷയത്തിലുള്ള പഠനങ്ങൾ, അതിനുവേണ്ടിയാണ് അവർ എന്ത് ചെയ്തത്? ഗോളശാസ്ത്രം പഠിച്ചതിന്റെ പല കാരണങ്ങളിലൊന്നും. അങ്ങനെ പഠിച്ച ആളുകളാണ് സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രി എന്ന ശാസ്ത്രശാഖയുണ്ടാക്കിയത്. സ്ഫെറിക്കൽ ട്രിഗ്നോമെട്രിയെ മലയാളത്തിൽ നമുക്ക് പരിഭാഷപ്പെടുത്താം ഗോളീയ ത്രികോണമിതി എന്ന്. അതെന്തിനാ? മക്കയെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് അളക്കാൻ വേണ്ടി ഒരു ഗോളീയ ത്രികോണമിതി. അതിന് കാരണം ഗോളത്തിലായതുകൊണ്ടാണത്. ഗോളത്തിൽ ആണ് മനുഷ്യർ ജീവിക്കുന്നത് എന്നതുകൊണ്ട് ഈ ഗോളത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഖിബിലയെ കേന്ദ്രീകരിക്കണമെങ്കിൽ അതിനാവശ്യമായൊരു സയൻസ് ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അത് നടത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് ഖുർആൻ സൂചന നൽകിയിട്ടുണ്ട്. എന്നാലും കളിയാക്കൽ നിർത്തൂലായിരുന്നു. എന്നാലും പടച്ചവനക്ക് ഭൂമി ഗോളാണെന്നാണ് പറഞ്ഞുകൂടായിരുന്നോ? അതാണ് ഞാൻ സംവാദത്തിൽ ഇതുവരെ മിണ്ടിയിട്ടില്ല, ഒരൊറ്റ ആണി അടിച്ചതാണ് അന്ന് ആ സംവാദത്തിൽ. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ 10-40 കൊല്ലമായി കേരളത്തിൽ തന്നെ ആവർത്തിച്ച് ചർവണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരോപണമാണ്. യഥാർത്ഥത്തിൽ ഭൂമി ഗോളമല്ല ആണ് എന്ന് പറയാതിരുന്നതാണ് ഖുർആനിലെ അത്ഭുതം. അതാണ് ഖുർആന്റെ അജയ്യത. കാരണം ഭൂമിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ തന്നെ ഗോളമാണ് എന്നുള്ള വീക്ഷണം ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുണ്ട്. പൈതഗോറസ് BC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചയാളാ, ഗ്രീക്കുകാരൻ. അദ്ദേഹം ഭൂമി ഗോളമാണെന്ന് വിശ്വസിച്ച ആളാണ്. ഇതേപോലെ മുഹമ്മദ് നബിക്ക് മുമ്പേ ജീവിച്ചയാളാണ് ഇന്ത്യയിലെ ബ്രഹ്മഗുപ്തൻ. അദ്ദേഹം ഭൂമി ഗോളമാണെന്ന് വിചാരിച്ചയാളാണ്. അവരെല്ലാം ഭൂമി ഗോളമാണ് എന്ന് വിചാരിച്ചിട്ടും അത്തരത്തിലുള്ളൊരു വീക്ഷണം ലോകത്ത് നിലനിന്നിട്ടും ഖുർആനിന്റെ അനുയായികൾ പിൽക്കാലഘട്ടത്തിൽ ഭൂമിയുടെ ഗോളാകൃതിയുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിട്ടും
ഖുർആനിന്റെ കാലത്ത് തന്നെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഭൂമി ഗോളമാണ് എന്ന തരത്തിലുള്ള പഠനങ്ങളും ചിന്തകളും എല്ലാം ഉണ്ടായിട്ടും പരിശുദ്ധ ഖുർആനിൽ ഭൂമിയെക്കുറിച്ച് നൂറുകണക്കിന് ആയത്തുകൾ ഉണ്ടായിട്ട് ഒരു സ്ഥലത്ത് പോലും ഭൂമി ഇത് ഒരു ഗോളമാണെന്ന് പറയേണ്ടത് എങ്ങനെ? വല്ലർദു കുറവിയ എന്ന്, ഭൂമി ഒരു ഗോളമാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നതായിരുന്നു ആരോപണം. ഗോളമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 1900 ആയപ്പോഴേക്ക് ഖുർആന് മാറ്റി പറയേണ്ടി വരായിരുന്നു. അത് ഗോളമാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആക്കണം, കൃത്യമാക്കണം. ഗോളമല്ല ഭൂമി. നമ്മളെല്ലാം സ്കൂളിൽ തന്നെ സ്കൂളിൽ പഠിച്ചത് ഭൂമിയെ ഗോളമായിട്ടാണ്. പക്ഷേ കോളേജിലെത്തിയപ്പോഴേക്ക് ഭൂമി എലിപ്സോയിഡ് ആണെന്നാ പറയാ. മലയാളത്തിൽ അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. എലിപ്സോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗോളത്തെ അങ്ങോട്ട് അമർത്തിയ മാതിരി. നമ്മൾ പറയും ഒട്ടകപ്പക്ഷിന്റെ മുട്ടൻ്റെ മാതിരി എന്ന് പറയാം. അത് ഭൂമിയുടെ ഈ സ്വയം ഭ്രമണം മൂലം ഉണ്ടാകുന്ന ഒരു പ്രത്യേക പ്രതിഭാസം വഴിയാണ് അങ്ങനെ ഉണ്ടാവുന്നത്. എന്നാ പിന്നെ അത് പറഞ്ഞുകൂടായിരുന്നു എന്നാ അടുത്ത ചോദ്യം. പടച്ചോനാണ് ഇത് ഉണ്ടാക്കിയതെങ്കിൽ ഖുർആൻ ഉണ്ടാക്കിയതെങ്കിൽ അത് പറഞ്ഞുകൂടായിരുന്നോ? എന്താ പറയേണ്ടത്? വല്ലർദു ബൈളാവിയ എന്നാണ് അതിന് പറയാ. അങ്ങനെ പറയണം. ഇതാണ് അടുത്ത അതാ ഭൗതികവാദികളുടെ പക്ഷം പലപ്പോഴും ഖുർആനെ വിമർശിക്കുമ്പോൾ ഒരെണ്ണത്തിന് മറുപടി പറഞ്ഞാൽ അടുത്തതായിട്ടാ വരിക. പക്ഷേ അങ്ങനെ ഖുർആൻ പറഞ്ഞിരുന്നെങ്കിൽ അതും തെറ്റാണ് എന്ന് ഇന്ന് പറയാൻ കഴിയുമായിരുന്നു. പുതിയ പഠനങ്ങൾ പറയുന്നത് ഭൂമിയുടെ ആകൃതി സൂക്ഷ്മാർത്ഥത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഭൗതികവാദികൾക്ക് ഞെട്ടണ്ട. 2020 മെയ് മാസത്തിലെ സയന്റിഫിക് അമേരിക്കൻ എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. പ്ലേറ്റുകളാണ് ഭൂമിയിൽ, ഒരുപാട് പ്ലേറ്റ്സ് ആണ് ഭൂമിയുടെ പുറം ഭാഗം എന്ന് പറഞ്ഞാൽ. ലിത്തോസ്ഫിയർ വ്യത്യസ്ത പ്ലേറ്റുകളായിട്ടാണ് നിൽക്കുന്നത്. ആ പ്ലേറ്റുകളുടെ മൂവ്മെന്റ്സും ഭൂമിയുടെ ആന്തരികമായ കാന്തിക ബലവുമെല്ലാം സൃഷ്ടിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങളാൽ ഭൂമി പെർഫെക്റ്റ് ആയിട്ടുള്ള എലിപ്സോയിഡുമല്ല. എലിപ്സോയിഡ് ആകൃതിയാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ. പക്ഷെ അടുത്ത് പോയി നോക്കുമ്പോൾ, അഥവാ ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഭൂമിയെ ശൂന്യാകാശത്ത് നിന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആദ്യം ഒരു ഗോളമാണെന്ന് തോന്നും. കുറച്ചുകൂടി അടുത്തേക്ക് നമ്മൾ വന്നാൽ എലിപ്സോയിഡ് ആണെന്ന് മനസ്സിലാകും. കുറെ കൂടി അടുത്തേക്ക് വന്ന് പഠനം നടത്തുമ്പോൾ ഭൂമിയുടെ ആകൃതി ഇന്നലത്തതല്ല ഇന്നെന്ന് മനസ്സിലാവും. അതെന്താ? വ്യത്യസ്ത പ്രതിഭാസങ്ങളാൽ ഭൂമിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ആകൃതിയിൽ ഉണ്ടാകുന്നു. അപ്പോ ഭൂമി എലിപ്സോയിഡ് ആണെന്ന് ഖുർആനിൽ പറഞ്ഞിരുന്നെങ്കിലോ? അപ്പോഴും അത് തെറ്റാണെന്ന് പറയാൻ കഴിയുമായിരുന്നു എന്നർത്ഥം. അതാണ് അത്ഭുതം. ഞാൻ സത്യത്തിൽ 2020 ഈ പഠനം കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായും മുസ്ലിം പണ്ഡിതന്മാരടക്കം പരിശുദ്ധ ഖുർആനിൽ നേർക്ക് നേരെ തന്നെ ഭൂമിയുടെ ഗോളാകൃതിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടോ എന്ന് അന്വേഷിക്കാനും പഠിക്കാനും ഗവേഷണം നടത്താനും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ ഭൂമിയുടെ ഗോളാകൃതിയെക്കുറിച്ച് സൂചനകൾ നൽകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആൻ വിവക്ഷിക്കുന്ന ഭൂമി ഗോളാകൃതിയിൽ തന്നെയാണ് എന്ന വസ്തുത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഭൂമിയിൽ നേർക്ക് നേരെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു പരാമർശമുണ്ടോ എന്ന പഠനം നടത്തിയിട്ടുണ്ട്, ഗവേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഗവേഷകന്മാർ ജീവിച്ച ആ തലത്തിൽ നിന്നും ലോകം മുന്നോട്ട് പോയപ്പോ, പഠനം മുന്നോട്ട് പോയപ്പോ, ശാസ്ത്രം മുന്നോട്ട് പോയപ്പോ പരിശുദ്ധ ഖുർആനിൽ ഭൂമിയുടെ ആകൃതി പറയാതിരുന്നതാണ് ഖുർആന്റെ അമാനുഷികത എന്ന്, അജയ്യത എന്ന് ബോധ്യപ്പെടുമ്പോൾ നാം അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയല്ലാതെ എന്താ ചെയ്യുക? അതാണ് ഖുർആന്റെ അത്ഭുതം. അതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അജയ്യമാണ് ഖുർആൻ എന്ന വിഷയത്തിന്റെ ചോട്ടിൽ നിന്ന് സംസാരിച്ചാൽ ദിവസങ്ങളോളം വർത്തമാനം പറയാനുള്ള വിഷയങ്ങളുണ്ട്. ഞാൻ എപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെ ആവർത്തിക്കേണ്ടതില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയത്. നമ്മുടെ സംവാദത്തിലെ വിഷയം തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. ഒരൊറ്റ ആയത്ത്, പരിശുദ്ധ ഖുർആൻ 24-ാമത്തെ അധ്യായത്തിന് 40-ാമത്തെ ആയത്ത്, ഔ കദുലുമാതും ഫിൽ ബഹറിൽ ലുജ്ജിയിൻ എന്ന് തുടങ്ങുന്ന ആയത്ത്.
ഈ ഒരൊറ്റ ആയത്ത് സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും നാസ്തികന്മാർ എണീറ്റിട്ടില്ലല്ലോ. നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുന്ന ആളുകളാണെന്ന് കാണാൻ പറ്റും. എന്താ കാരണം? നമ്മുടെ ആരുടെയും വലുപ്പമല്ലല്ലോ. ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ ഒരായത്തിന്റെ ബലം, ശക്തി എത്രയാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് എടുത്തുകൊണ്ട് സ്വാഭാവികമായും ഒരു സംവാദത്തിന് എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളും പരിശോധിക്കണം, അതിൻ്റെ എല്ലാ പഠനങ്ങളും പരിശോധിക്കണം. ആ പഠനങ്ങളെല്ലാം പരിശോധിച്ച് നമുക്ക് തന്നെ പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് സംവാദത്തിലെല്ലാം അവതരിപ്പിക്കാൻ പറ്റൂ. അതോടൊപ്പം തന്നെ അതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ പ്രതിവാദങ്ങളും പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഖുർആന്റെ ശൈലിയുടെ, ഖുർആന്റെ പദപ്രയോഗങ്ങളുടെ, ഖുർആന്റെ ഉപമാലങ്കാരങ്ങളുടെ കൃത്യതയും സൂക്ഷ്മതയും അത്ഭുതകരമാണ് എന്നുള്ളത് ബോധ്യമായി. നമുക്ക് ബോധ്യപ്പെടും. അത്ഭുതമാണ് ഖുർആൻ. ഒരു മനുഷ്യന് ഇല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ 1 കോടി മനുഷ്യർക്ക് അല്ല, അവസാന നാൾ വരെ ജീവിക്കാനുള്ള മുഴുവൻ മനുഷ്യരെയും ഒരേപോലെ ഒരു മൈതാനത്തിൽ ഹാജരാക്കിയാലും അവർ മുഴുവനും അവരുടെ ബുദ്ധി ചെലവഴിച്ചാലും കഴിയൂല പരിശുദ്ധ ഖുർആനിന്റെ ഒരു സൂറത്തിന് തുല്യമായ സൂറത്ത് കൊണ്ടുവരാൻ എന്നാണ് അള്ളാന്റെ വെല്ലുവിളി. സത്യത്തിൽ ഒരു ആയത്ത് പോലും കൃത്യമായി കൊണ്ടുവരാൻ പറ്റില്ല. ഒരായത്ത് പോലും. എന്താണ് ഈ ആയത്ത്? ആയത്ത് പറയുന്നത് സമുദ്രത്തെക്കുറിച്ചും സമുദ്രശാസ്ത്രത്തെ കുറിച്ചും ഒന്നുമല്ല. ആ പണി ഖുർആനില്ലേനും. ഖുർആന് സമുദ്രശാസ്ത്രം പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഓഷ്യോനോഗ്രഫിയിൽ പഠനം ഒന്നും ഉണ്ടാവില്ലല്ലോ, പഠനം നടത്തേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്താണ്? അത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എല്ലാം വിവരം കിട്ടിപ്പോയല്ലോ. അങ്ങനെ ഒരു ഏർപ്പാട് ഖുർആനിനില്ല. സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമേ അല്ല ഖുർആൻ. ഖുർആനിനെ ആരും ശാസ്ത്രം പഠിക്കാൻ വേണ്ടി സമീപിക്കുകയും വേണ്ട. പക്ഷേ ഖുർആനിൽ ചില പരാമർശങ്ങൾ നടത്തും. അത് ശാസ്ത്രത്തിന്റെ ഏത് മാനദണ്ഡം എടുത്ത് പരിശോധിച്ചാലും ആ പരാമർശം അതിൻ്റെ കൃത്യത എന്നല്ലാതെ അതിലൊരു അബദ്ധമുണ്ട് എന്ന് നമുക്ക് തോന്നൂല. ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞല്ലോ ഭൂമിയെക്കുറിച്ച്. ഈ ഭൂമിയെക്കുറിച്ച് ഭൂമി ഉരുണ്ടതാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമയത്തും ഖുർആനിലെ പരാമർശങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഖുർആനിൽ ഒരു അബദ്ധം കാണാൻ പറ്റൂല. ഭൂമി പൂർണ്ണമായി ഒരു എലിപ്സോയിഡ് ആണ് എന്ന് വിചാരിച്ചിരുന്ന സമയത്തും ഖുർആനിലെ പരാമർശങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഖുർആനിൽ ഒരു അബദ്ധം ഉണ്ടെന്ന് കാണാൻ പറ്റൂല. പുതിയ കാലത്ത് ഭൂമിയുടെ ആകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പഠനങ്ങൾ നടക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകുന്നു എന്ന പഠനം നടക്കുമ്പോഴും ഭൂമി ഖുർആനിലെ പരാമർശങ്ങൾ, അതാണ് പറഞ്ഞത് ഖുർആൻ നിത്യനൂതനമാണ്. ഉദാഹരണം ആധുനിക ശാസ്ത്രകാലത്ത് മാത്രമല്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരൊറ്റ ആയത്ത് അതെന്താ പറയുന്നത്? അവിശ്വാസിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ ആയത്തിലല്ല പറയാൻ തുടങ്ങുന്നത്. അതിന്റെ നേരെ മുമ്പത്തെ ആയത്തിലാണ്, 39-ാമത്തെ ആയത്തിൽ. 39-ാമത്തെ ആയത്തിൽ അവിശ്വാസിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഉപമിച്ചിട്ടുള്ളത് മരുഭൂമിയിലെ മരീചികയോടാണ്. മരീചിക ഇങ്ങനെ കാണുമ്പോൾ അവിടെ വെള്ളമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആളുകൾ, ദാഹിക്കുന്ന ആളുകൾ അവിടെ ഓടിയെത്തും. പക്ഷെ എത്തുമ്പോൾ മനസ്സിലാകും വെള്ളമില്ല, ദാഹം മാത്രം ബാക്കി. ഇതേപോലെ അവിശ്വാസികൾ ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ട് അതിന് വല്ല ഫലവുമുണ്ട് എന്ന് വിചാരിച്ച് ഓടി നോക്കും. എത്തുമ്പോൾ മനസ്സിലാകും ഒരു ഫലമല്ല. ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് ഇങ്ങനെ പറയാണ് അവിശ്വാസികളുടെ മനസ്സിന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുക. അവിടെയാണ് ഔകദുലുമാത്തിൻ, എന്തുപോലെ ഇരുട്ടുകളെപ്പോലെ, ഫീ ബഹറിൻ ലുജ്ജിയിൻ. ഫീ ബഹറിൻ എന്ന് പറഞ്ഞാൽ മതി. ഖുർആനിൽ ബഹറിനെ പറ്റി ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. 7 തവണയാണ് ബഹറിനെ കുറിച്ച് ഖുർആനിലുള്ളത്. പക്ഷെ ലുജ്ജിയായ ബഹറിനെ കുറിച്ച് ഈ ഒരൊറ്റ തവണ മാത്രം. ബഹറിൻ ലുജ്ജിയിൻ, അത് പുറംകടലോ അതൊന്നുമല്ല, ആഴക്കടൽ. എന്നിട്ട് ആ ലുജ്ജിയായ ബഹറിനെ കുറിച്ച് പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ബഹറിൽ എന്നിട്ട് 3 തരം പ്രതിഭാസങ്ങൾ. ആ പ്രതിഭാസങ്ങളെ കുറിച്ച് പറയുന്നല്ല. അതാ ഞാൻ പറഞ്ഞ എത്ര സൂക്ഷ്മമാണ് ഖുർആന്റെ പ്രയോഗം. യഅശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ ഫൗഖിഹി സഹാബുൻ. നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് വായിക്കുമ്പോൾ ഈ നമ്മൾ സമുദ്രശാസ്ത്രം മാത്രം പഠിച്ചുകൊണ്ട്
പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെ അങ്ങനെ അപഗ്രഥന വിധേയമാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ തലത്തിലും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്തിനാണ് അവിടെ ഒരു കാർമേഘം? കാരണം സമുദ്രശാസ്ത്രം മനസ്സിലാക്കുമ്പോൾ ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ച് പറയണമെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? ഇരുട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഈ 2 തിരമാലി പറഞ്ഞാൽ പൂർണ്ണമായി. പിന്നൊന്നും പറയേണ്ടതില്ല. കാരണം ഈ 2 തിരമാലകളും, ആന്തരിക തിരമാലകൾ നമ്മൾ പറയുന്ന ഇന്റേണൽ വേവ്സ്, സർഫസ് വേവ്സ് എന്ന് പറയുന്ന പുറത്തുള്ള വേവ്സ്, ഈ 2 തിരമാലകളും അതിൻ്റെ താഴെയുള്ള ഇരുട്ട് എന്ന് പറഞ്ഞാൽ തന്നെ പൂർണ്ണമായി. പക്ഷെ ഇരുട്ടിൻ്റെ കാഠിന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ സഹാബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അത് മേഘത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ സമുദ്രശാസ്ത്രത്തിന്റെ വീക്ഷണത്തിൽ നോക്കിയാൽ ആ മേഘത്തെക്കുറിച്ച് പറയേണ്ടതില്ല. ഇരുട്ട് കഠിനമാണ് മേഘമില്ലെങ്കിലും. പക്ഷേ അവിടെ മേഘത്തെക്കുറിച്ച് അന്ന് പറയുമ്പോൾ മേഘമുണ്ടാക്കുന്ന ഇരുട്ട് എല്ലാവർക്കും അറിയാം. ആ ഇരുട്ടിന്റെ ഒരു മഹാ ഇരുട്ട് സമുദ്രാന്തര ഭാഗത്തുണ്ട് എന്ന തലം വരുന്നു. അത് മാത്രമല്ല, ഇന്ന് ചില മുഫസ്സിറുകളെല്ലാം വിചാരിച്ചതുപോലെ എന്താണ് മൗജും മിൻ ഫൗഖിഹി മൗജ് എന്ന് പറഞ്ഞപ്പോ ഒരു മൗജന് അഥവാ ഒരു തിരമാലക്ക് ശേഷം വരുന്ന തിരമാല എന്നാണല്ലോ ഇപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് തന്നെ, നമ്മളുടെ സംസാരത്തെ വിമർശിച്ചുകൊണ്ട് തന്നെ സംസാരിച്ച ചില പണ്ഡിതന്മാർ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ശാസ്ത്രത്തോട് ഒപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ. അവര് സ്വാഭാവികമായും അവരെ പോലെയുള്ള ആളുകൾ, അവരോടുള്ള വിരോധമോ വെറുപ്പൊന്നുമല്ല, അവർ കണ്ടത്, അവർ മനസ്സിലാക്കിയ കാര്യം അവർ പറഞ്ഞു എന്ന് മാത്രം. അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെയാണ് അതിന്റെ പ്രതിവാദങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ നിലക്കാണ് നമ്മൾ അത്തരം കാര്യങ്ങളെ കാണേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ ആ പണ്ഡിതന്മാരടക്കം പറഞ്ഞതാണ് മൗജും മിൻ ഫൗഖിഹി മൗജു എന്ന് പറഞ്ഞാൽ ഒരു തിരമാല, അതിന് മുകളിൽ തിരമാല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിരമാലന്റെ അടിച്ചിട്ട് അതിന്റെ ശേഷം വരുന്ന തിരമാലക്കാണ് പറഞ്ഞത്. തീർച്ചയായും അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് സാധ്യതയുണ്ടാകുമായിരുന്നു മിൻ ഫൗഖിഹി സഹാബ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ. അതാണ് അവിടെ ഖുർആന്റെ കൃത്യത എന്ന് പറഞ്ഞത്. അത്ഭുതമാണ് ഖുർആൻ എന്ന് പറഞ്ഞത്. മിൻ ഫൗഖിഹി സഹാബ് എന്ന് പറഞ്ഞതോടുകൂടി ഒരു ഫൗഖ് അഥവാ ആദ്യം പറഞ്ഞു ഒരു മൗജിന്റെ ഫൗഖിൽ മറ്റൊരു മൗജ്, എന്നിട്ട് പറഞ്ഞു ആ മൗജിന്റെ ഫൗഖിൽ സഹാബ്. ഈ മൗജിന്റെ ഫൗഖിൽ മൗജ് എന്ന് പറഞ്ഞത് ഒരു മൗജിന് ശേഷം വരുന്ന മൗജാണെങ്കിൽ അതിന്റെ ഫൗഖിലുള്ള സഹാബ് എന്ന് പറയുമ്പോൾ ആ സഹാബ് ഈ മൗജിന് ശേഷം വരണം. ഒരു ഫൗക്കിന് ഒരു അർത്ഥവും മറ്റൊരു ഫൗക്കിന് വേറൊരു അർത്ഥമാകാൻ പറ്റൂല. ഒരേ സ്ഥലത്ത് ഒരേ ഭാഷയിൽ ഒരേ ശ്വാസത്തിൽ പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയാണോ മേഘം നമ്മുടെ സർഫസ് വേവ്സിന് അഥവാ ഉപരിതല തിരമാലകൾക്ക് മുകളിലാകുന്നത്, അതേപോലെ മുകളിലാണ് ഉപരിതല തിരമാലകൾ ആന്തരിക തിരമാലകളുടെ മുകളിലാണ് എന്നുള്ള വസ്തുത മനസ്സിലാവുകയാണ് ഈ ആയത്തിന്റെ പ്രയോഗത്തിന് തന്നെ. അപ്പൊ സഹാബ് അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അത്തരം ഒരു വ്യാഖ്യാനത്തിന്, ദുർവ്യാഖ്യാനത്തിന് സാധ്യതയുണ്ടാകുമായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആന്തരിക തിരമാല എന്നെല്ലാം പറയുന്ന യാഥാർത്ഥ്യം ഉണ്ടല്ലോ, ഇത് നമുക്ക് മനസ്സിലായത് ഇപ്പൊ മാത്രമാണ്. ഇപ്പോ എന്ന് പറഞ്ഞാൽ 972 ശേഷം മാത്രം. ആ 972 ശേഷം മനസ്സിലായതിനു ശേഷം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വായിക്കാൻ ശ്രമിച്ചപ്പോ ഖുർആന്റെ അജയ്യത എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ആ അജയ്യത നമ്മൾക്ക് ഇങ്ങനെ കാണും. ഓഷ്യാനസ് മാഗസിൻ എന്ന് പറഞ്ഞാൽ ആ സമുദ്രത്തെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയുള്ള പോപ്പുലർ മാഗസിനുകളിൽ ഒന്നാണ്. മാഗസിനിൽ 2018 വന്ന ഒരു ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ എന്താന്ന് വെച്ചാൽ വേവ്സ് അണ്ടർ വേവ്സ്, വേവ്സ് ഇൻസൈഡ് വേവ്സ്. ഖുർആനിൽ പറഞ്ഞത് അതേപോലെ ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്തി അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഖുർആനിൽ ഈ ആന്തരിക തിരമാലകളെ കുറിച്ച് പറഞ്ഞത് മൗജുൻ മിൻ ഫൗഖിഹി മൗജ്, ഇവിടെ പറഞ്ഞത് വേവ്സ് ഇൻസൈഡ് ദ വേവ്സ്. അപ്പോ ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആൻ അത്
അതിൻ്റെ പദപ്രയോഗങ്ങൾ, അതിലെ പരാമർശങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമാണ്, അളന്ന് മുറിച്ച് കൃത്യമായി ഉണ്ടാക്കി. എന്നിട്ട് ആ ഇരുട്ടിനെ കുറിച്ചും, ഇരുട്ടെന്ന് പറഞ്ഞാൽ ഇരുട്ടുകളെ കുറിച്ച് പറയുന്നത്, ആ ഇരുട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ദുലുമാത്തും എന്ന് പറഞ്ഞിട്ട് ആ ഇരുട്ടെന്ന് പറയുമ്പോൾ പല രൂപത്തിലുണ്ട്. ഇപ്പൊ ഇവിടെ ലൈറ്റ് എടുത്താലും ഇരുട്ടാണ്. അതേസമയം ഒരു യാതൊരു രൂപത്തിലുമുള്ള വെളിച്ചത്തിന്റെ ഒരു ലാഞ്ചനയില്ലാത്ത ഇരുട്ടുണ്ട്, ചെറിയ രൂപത്തിലുള്ള ഇരുട്ടുണ്ട്. ആ ഇരുട്ടുകൾ പലതരത്തിലുണ്ട്. ആ ഇരുട്ടുകൾ പലതരത്തിലുള്ളത് കൊണ്ട് തന്നെ ഇരുട്ട് എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. അവിടെ പരിശുദ്ധ ഖുർആൻ എൻ്റെ ഇരുട്ട് എന്ന് പറഞ്ഞു പോയാൽ പോരെ, അവിടെ ഒരു തലം കൂടി, ഇതാ അഖ്റജ യദഹു അഥവാ അവൻ കൈ പുറത്തെടുത്താൽ അതുപോലും അവന് കാണാൻ പറ്റില്ല. കൈ എന്ന് പറഞ്ഞാൽ കൈവെള്ള എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏത് ഇരുട്ടത്തും കാണാവുന്ന ശരീരഭാഗങ്ങളിൽ ഒന്നാണ് കൈവെള്ള. അത് ഏത് കറുത്ത മനുഷ്യനും കൈവെള്ള വെള്ളയായിരിക്കും. മാത്രമല്ല കണ്ണിനോട് അടുപ്പിക്കാൻ കഴിയുന്ന ശരീരത്തിൽ ഒരേ ഒരു അവയവമാണ് കൈവെള്ള. ആ കൈ പോലും കാണാൻ പറ്റൂല. അതോടുകൂടി ആ ഇരുട്ടിനെ വ്യാഖ്യാനിച്ചു, ഇരുട്ടിനെ നിർവചിച്ചു കഴിഞ്ഞു. ഇതല്ലേ എന്തിനാ അന്ന് പറയണത്? ഇതല്ലേ എന്തിനാ അന്ന് പറയണം? കാരണം അന്ന് യഥാർത്ഥത്തിൽ എന്താണ്, ഇരുട്ടാണെന്ന് പറഞ്ഞാൽ തന്നെ എന്തായി, ഇവർക്കുള്ള ഉദാഹരണമായി. ആർക്കുള്ള? ഈ രൂപത്തിൽ വഴിപിഴച്ച ആളുകൾക്കുള്ള ഉദാഹരണമായി. അവരുടെ മനസ്സിൽ ഇരുട്ടുകൾക്ക് മുകളിൽ ഇരുട്ടാണ് എന്ന് പറയുന്നതോടുകൂടി കഴിഞ്ഞു. പക്ഷേ അതാണ് പരിശുദ്ധ ഖുർആനിന്റെ സവിശേഷത. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് സനുരീഹിം ആയാതിഹി മിൻ ആഫാഖി മിനൽ ആഫാഖി വൽ അൻഫുസകും ഹത്താ യതബയ്യനു അന്നഹു. നാം ആയത്തുകൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. എവിടെന്ന്? ഖുർആനിൽ നിന്നല്ല, പ്രപഞ്ചത്തിൽ നിന്ന്. എന്തിൽ നിന്ന്? ചക്രവാളങ്ങളിൽ നിന്ന് ആയത്തുകൾ കൊണ്ടുവരും. അതേപോലെ തന്നെ അവരുടെ ശരീരത്തിൽ നിന്നും ആയത്തുകൾ കൊണ്ടുവരും. എന്തിനാണ്? ഈ ഖുർആൻ സത്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് വരെ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന. അപ്പൊ അത് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സമുദ്രശാസ്ത്രം കൂടുതൽ പഠിച്ചപ്പോ മനസ്സിലാക്കിയപ്പോ പരിശുദ്ധ ഖുർആനിലെ ഈ പ്രയോഗം എടുക്കുമ്പോൾ അതിൽ ഓരോന്നിലും വളരെ കൃത്യമായ സൂക്ഷ്മമായ പ്രയോഗങ്ങൾ കാണുമ്പോൾ ഇത് അള്ളാഹുവിനല്ലാതെ അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഓരോന്നിലും അതാണ് ഖുർആൻ. അതാണ് ഖുർആന്റെ അജയ്യത. ഖുർആനിലെ അജയ്യത എന്നത് വളരെ വ്യാപകമായി ഓരോ വിഷയമെടുത്ത് പരിശോധിക്കുമ്പോഴും അത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ സാഹിത്യം, അതിൻ്റെ ശാസ്ത്രം, അതിൻ്റെ ചരിത്രം, അതിൻ്റെ ക്രോഡീകരണം, അതിൻ്റെ ഓരോന്ന്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഖുർആൻ ഞങ്ങളുടെ ഗ്രന്ഥം ഭയങ്കരമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയല്ല ഇതൊന്നും പറയുന്നത്. മറിച്ച് നമ്മുടെ കയ്യിലുള്ള ഈ ഗ്രന്ഥം, അതിൻ്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ആ ഗ്രന്ഥമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നതാണ്. ഇത് പടച്ചോന്റെ അടുത്തുനിന്നുള്ളതാണെന്ന് ഉറപ്പായി. ഇത് മനസ്സിലാക്കുമ്പോൾ പടച്ചോന്റെ അടുത്തുനിന്നുള്ളതാണ് എന്ന കാര്യം സംശയരഹിതമായി നമുക്ക് ഉറപ്പായി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ഇത് സർവശക്തൻ്റെതാണ്. ആ സർവശക്തൻ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചതാണ്, മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ചതാണ്. ആ മനുഷ്യർക്ക് വേണ്ടി അവതരിപ്പിച്ച ഗ്രന്ഥം അത് പഠിക്കേണ്ട, അത് മനസ്സിലാക്കേണ്ട, അതനുസരിച്ച് ജീവിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതോടൊപ്പം ഖുർആന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ സന്നദ്ധമാകാനാണ്, അതിനുവേണ്ടി ഒരുങ്ങുവാനാണ്, അതിനുവേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുവാനാണ് ഇത്തരം പഠനങ്ങൾ. അള്ളാഹു നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകുവാൻ അനുഗ്രഹങ്ങൾ നൽകി നമ്മെ എല്ലാവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഇത്തരം ഒരു വിഷയം അവതരിപ്പിക്കുവാൻ വേണ്ടി അവസരം നൽകിയ എൻ്റെ സഹോദരങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.